അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഓർക്കുന്നു. ഒരിക്കൽ ഷനൗസിയ പള്ളിയിൽ ഒരു ജനാസ സംസ്കാരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ബാഗ്ദാദുകാരായ ഒരുപാട് പേർ എന്നെപ്പോലെ ജനാസ സംസ്കാരം കാത്തു പള്ളിയിലിരിപ്പുണ്ട്. അതിനിടയിൽ ഉപാസകന്റെ ലക്ഷണമുള്ള ഒരു ഫക്കീർ ജനങ്ങളോട് വല്ലതും തരണേ എന്ന് ചോദിക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ ഞാൻ ഉള്ളാൽ ആലോചിച്ചു, ഇദ്ദേഹത്തിന് ജോലിയെടുത്ത് ജീവിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ ആളുകളോട് യാചിക്കേണ്ട കാര്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അന്ന് രാത്രി എൻ്റെ പതിവുകളൊക്കെ തെറ്റി എന്തൊക്കെയോ ഒരു പ്രയാസം നേരിട്ടു. ഒന്നും ചെയ്യാനാവാതെ ഞാൻ ഉറക്കം വരാതെ ഇരുന്നു. പിന്നീട് എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ആ ഫക്കീറിനെ നീട്ടിപ്പിടിച്ച് ഒരു സുപ്രയിൽ കിടത്തി എൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു. ആ ആഖിദർ എന്നോട് പറഞ്ഞു, താങ്കൾ ഇദ്ദേഹത്തെ പറ്റി പരദൂഷണം പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിൻ്റെ മാംസം കഴിച്ചോളൂ. എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ പരദൂഷണം പറഞ്ഞിട്ടില്ല, മനസ്സിൽ ചിന്തിച്ചിട്ടേ ഉള്ളൂ. അപ്പോ ആരൊരാൾ പറഞ്ഞു, താങ്കളെ പോലുള്ളവരിൽ നിന്ന് ഈ ചിന്ത പോലും പാടില്ല, അദ്ദേഹത്തോട് പോയി പൊരുത്തപ്പെടിക്കൂ. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ തേടി അലഞ്ഞു. ഒടുവിൽ കണ്ടെത്തി. ആളുകൾ പച്ചക്കറികൾ കഴുകുമ്പോൾ ബാക്കിയാകുന്ന ഇലകൾ വെള്ളത്തിൽ നിന്ന് പെറുക്കിയെടുക്കുകയാണ് അദ്ദേഹം. വെള്ളം ഓളം തള്ളുമ്പോൾ ഇലകൾ വെളിപ്പെടുന്നു. ഉടനെ അദ്ദേഹം അത് പെറുക്കിയെടുക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. സലാം മടക്കിക്കൊണ്ട് ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യം, ഇനി ആവർത്തിക്കുമോ അബുൽ ഖാസിമേ? ഞാൻ പറഞ്ഞു, ഇല്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നമുക്കും പുറത്തു തരട്ടെ. ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് സ്വന്തം ന്യൂനതകളെ കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി സ്വന്തം ജീവിതത്തെ എപ്പോഴും ചികഞ്ഞുകൊണ്ടിരിക്കണം. ന്യൂനത കണ്ടെത്തി വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. സ്വന്തം ന്യൂനത കണ്ടെത്തുന്നവന് അവരിൻ്റെത് അന്വേഷിക്കാൻ സമയമുണ്ടാകില്ല. ശരിയാണ് എന്ന അഹങ്കാരത്തിന്റെ തോതനുസരിച്ചാണ് മറ്റുള്ളവരെ വീക്ഷിക്കാൻ പ്രചോദനമുണ്ടാകുന്നത്. ആ പ്രചോദനത്തിൽ നിന്നാണ് ഗീബത്ത്, പരദൂഷണം എന്നിവ ജനിക്കുന്നത്. പരദൂഷണം ഖുർആനും ഹദീസും ശക്തമായി വിലക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ ബഹുമാനിച്ചിട്ടുണ്ട്. അവർ വിലയിടിച്ച് കാണുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തമല്ല. ഉള്ളതാണ് പറയുന്നതെങ്കിൽ പോലും മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നത് ഇസ്ലാം വിലക്കി. പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉള്ളതാണ് പറയുന്നതെങ്കിൽ അത് പരദൂഷണവും, ഇല്ലാത്തത് പറയുന്ന പക്ഷം അത് ഗീബത്തും പച്ചക്കള്ളവും കൂടിയായി. ഏതെങ്കിലും ഒരാൾ നിന്ന് വല്ല തെറ്റും കണ്ടാൽ അത് കൊട്ടിപ്പാടുകയല്ല വേണ്ടത്, അയാളെ സ്വകാര്യമായി കണ്ടു തിരുത്തുക. പറ്റിയില്ലെങ്കിൽ അയാളെ തിരുത്താൻ കഴിയുന്നവരെ കണ്ട് സതുദ്ദേശത്തോടെ വിവരമറിയിക്കുക. അയാളെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അയാളെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക മാത്രമായിരിക്കണം ലക്ഷ്യം. ഇങ്ങനെയാകുമ്പോൾ പരദൂഷണമല്ല, ഗുണകാംക്ഷ നസീഹത്താണ്. ഒരാളെക്കുറിച്ച് മനസ്സിൽ പോലും അവർക്കിഷ്ടമില്ലാത്തത് ചിന്തിക്കാൻ പാടില്ല എന്നാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്തു തരട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.